ഹായ് ഫ്രണ്ട്സ്, കമല റഷീദ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ അടുത്തേക്ക് പിന്നെ അവിടുത്തെ റൂമിലെ ആൻറ്റി ഓണത്തിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അന്നേരം മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആൻറ്റിയുടെ വീട് പുനലൂരാണ്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വഴിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച അടൂരായിരിക്കും ചേച്ചിയുടെ വീടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു അടൂരല്ല, പുനലൂരാണ് വീടെന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഏഴംകുളം എത്തിയപ്പോഴത്തേക്കും ചേച്ചിയെ വിളിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി ചായ കുടിച്ചിട്ടാണ് പിന്നെ പോയി. അന്നേരം അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ കടയുടെ ചായ കുടിക്കാൻ ഇറങ്ങി ആ കടയിൽ കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം നമുക്ക് വഴി അറിയാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അന്നേരം ഇപ്പോൾ ചേച്ചിയുടെ വീടെത്തി. ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു, ചോറെല്ലാം അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് മോളുടെ ആൻറ്റി. ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വിജിയെ കാണാമെന്ന് വിചാരിച്ച് വിളിച്ചപ്പോഴത്തേക്കും അവർ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു, ലൈഫ് ലൈനിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് ഞങ്ങൾ പിന്നെ ലൈഫ് ലൈനിലോട്ട് കയറി. അന്നേരം അവിടെ കയറി കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ വന്നപ്പോഴത്തേക്കും അവൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ കയറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. അങ്ങനെ പിന്നെ അവിടെ കയറി അവളെയും കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ അടൂരായിരിക്കും എന്ന് കരുതിയിട്ട് താമസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. 12 കാലമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അടൂരല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതി. പിന്നെ ചേച്ചിയെ വിളിച്ചപ്പോൾ പുനലൂരാന്ന് പറഞ്ഞത്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും 4:30-5 മണിയായി. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്നും ഇറങ്ങിയില്ലായിരുന്നു. ആ ചായ കുടിക്കാൻ ഇറങ്ങിയതല്ലാതെ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി റെസ്റ്റ് എടുക്കാനായിട്ട് ഇറങ്ങിയതില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും താമസിച്ചാണ് തിരിച്ച് വീടെത്താനായിട്ട്. ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് എടുത്തുള്ളൂ. തന്നെ മോൾക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കഴിഞ്ഞ മാസം ഞങ്ങൾ കൊടുത്തു വിട്ടതായിരുന്നു. വേറൊരു കൊച്ച് ഇവിടെ ചാരുമൂടത്ത് പോയപ്പോഴത്തെ ഞങ്ങൾ കുറച്ച് സാധനം കൊടുത്തു വിട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആൻറ്റി പോകുമല്ലേ എന്ന് എഴുതിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മോൾക്ക് ഫേസ് വാഷും പിന്നെ കീ ചെയിനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെയും മോൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോയത്. പിന്നെ മോളുടെ കുറച്ച് ഡ്രസ്സ്, മോള് പോയപ്പോഴത്തേക്കും കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. യൂണിഫോം അല്ലേ ഇടുന്നത്, അന്നേരം സിവിൽ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഡ്രസ്സ് കൂടി കൊടുത്തു വിടണമായിരുന്നു. കാരണം നമുക്ക് യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അന്നേരം ഡ്രസ്സ് 2-3 ജോഡിയല്ലേ കൊണ്ടുപോയുള്ളൂ. അന്നേരം അത് എന്നും അത് തന്നെയല്ലേ ഇടുന്നതെന്ന് കരുതിയിട്ട് 2-3 ജോഡി ഡ്രസ്സ് കൂടി കൊടുത്തു വിട്ടു. പിന്നെ അവളൊരു ലിസ്റ്റ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ മോളുടെ ഡ്രസ്സ് മാത്രമേ ചേച്ചിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അത് ഇപ്പോൾ 2-3 ജോഡി കൊടുത്തു വിടാം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം മിക്കവാറും ഉടനെ ഞങ്ങൾ ഒന്ന് പോകുന്നുണ്ട് മോളെ കാണാൻ. 2 മാസമേ ആയുള്ളൂ മോള് പോയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് മിസ്സിങ് തോന്നുന്നുണ്ട്. അന്നേരം ഞങ്ങൾ ഒന്ന് പോകണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. മിക്കവാറും ഞങ്ങൾ ഉടനെ പോകും മോളുടെ അടുത്തോട്ട്. അത് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അച്ചാറും ഇട്ട് കൊടുത്തുവിട്ടായിരുന്നു. മോൾക്ക് മീനച്ചാർ വലിയ ഇഷ്ടമാണ്. ബാക്കിയുള്ള അച്ചാർ ഇടുന്നതിനെക്കാട്ടിലും വേറുള്ള അച്ചാറൊന്നും വേണ്ട, മീനച്ചാറാണെങ്കിൽ മാത്രം കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം മീൻ വാങ്ങിച്ച് അച്ചാറിട്ട് അതും കൊടുത്തു വിട്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ മീനച്ചാർ കൊടുത്തിട്ടപ്പോൾ മോൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അവൾ പോയപ്പോഴത്തേക്കും മാങ്ങാച്ചാറായിരുന്നു കൊണ്ടുപോയത്. അന്നേരം അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അച്ചാറൊന്നും വേണ്ട, മീനച്ചാറാണെങ്കിൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ മീനും വാങ്ങിച്ച് അച്ചാറിട്ട് കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ ഇവക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഓരി വെച്ചങ്ങ് തിന്നും. ചോറ് തിന്നുന്ന കൂട്ട് അച്ചാർ ഓരി വെച്ചങ്ങനെ. അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് അച്ചാറിട്ട് കൊടുത്തു വിടാനും പറ്റത്തില്ല. എന്തായാലും കുറച്ചേ കൊടുത്തു വിട്ടുള്ളായിരുന്നു. അത് തീർന്നെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരുമല്ലോ. അന്നേരം ആ അച്ചാർ തീർന്നെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഇനിയും കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊണ്ടുപോകണം. അവിടുത്തെ കറികളൊന്നും വലിയ എന്നും സാമ്പാറും തൈരും പരിപ്പും ഒക്കെ അല്ലേ. അന്നേരം ഇച്ചിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആകാശമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു ഭംഗി തോന്നി എടുത്തതായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന വീഡിയോ കാണണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കൊരു വിജയം ഉണ്ടാകത്തുള്ളൂ. അന്നേരം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എന്തായാലും ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഇടാം. ആരും എന്നെ മറന്നു പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ തിരിച്ച് വന്ന് ഇവിടെ മുറ്റത്ത് കസേര കിടപ്പുണ്ടായിരുന്നു. അന്നേരം ഇവിടെ മറിയുന്നിരുന്നു. നമ്മുടെ സയാന്, സാറാ ഫാത്തിമ, റിയാസ്, പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.